മെയ് 7 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ റോസ് വെനേറീനി, വിശുദ്ധ ഫ്ലാവിയസ്, വിശുദ്ധ ഡൊമീഷ്യൻ, വിശുദ്ധ എവുഫ്രോസിൻ, വിശുദ്ധ തെയോഡോറ, ബിവർലിയിലെ വിശുദ്ധ ജോൺ, ബെനവെന്തോയിലെ വിശുദ്ധ ജുവനൽ, വിശുദ്ധ മൈക്കിൾ ഉളുംപിജിസ്കി. വിശുദ്ധ റോസ് വെനേറീനി 1656-1728 കാലഘട്ടത്തിലാണ് വിശുദ്ധ റോസ് വെനേറീനി ജീവിച്ചിരുന്നത്. റോസ് വെനേറീനി ബിഷപ്പുരനായ ഗോഡ്ഫ്രെ വെനേറീനിയുടെ മകളായി 1656 ഇറ്റലിയിലെ വിറ്റർബോയിൽ ജനിച്ചു. തന്നെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു യുവാവിന്റെ മരണത്തിൽ മനം നൊന്ത് അവൾ ഒരു മഠത്തിൽ പ്രവേശിച്ചു. എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ വിധവയായ തന്റെ അമ്മയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ഭവനത്തിലേക്ക് അവൾക്ക് തിരിച്ചു പോകേണ്ടി വന്നു. സായാഹ്നങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന് പരിചിതരും അയൽപ്പക്കക്കാരുമായ സ്ത്രീകളെയും കുട്ടികളെയും അവൾ ഒരുമിച്ച് കൂട്ടുമായിരുന്നു. മതബോധ്യങ്ങളിലുള്ള അവരുടെ അജ്ഞത കണ്ട് അവൾ അവർക്ക് ഉപദേശങ്ങൾ നൽകുന്നതിന് ആരംഭിച്ചു. ഒരു ആവൃത്തിക്കുള്ളിലെ ധ്യാന നിരതയേക്കാൾ ലോകത്തിൽ ഒരു അധ്യാപിക ആയിരിക്കുക എന്നതാണ് അവളുടെ ദൈവവിളിയെന്ന് തൻ്റെ ആത്മീയ ഗുരുവായ ഈശോസഭ വൈദികൻ ഇഗ്നേഷ്യസ് മർത്തീനേലിയിൽ നിന്നും ഉപദേശം സ്വീകരിച്ച റോസ് വെനേറീനി 2 സഹായികളോടുമൊത്ത് 1685 വിറ്റർബോയിൽ പെൺകുട്ടികൾക്കായി ഒരു പ്രാഥമിക വിദ്യാലയം സ്ഥാപിച്ചു. ആരെയും ആകർഷിക്കുന്ന സംഭാഷണ ചാതുര്യം, പഠിപ്പിക്കുന്നതിനും മറ്റുള്ളവരെ അധ്യാപനത്തിനൊരുക്കുന്നതിനും സാമർഥ്യവും ഉണ്ടായിരുന്ന റോസ് വെനേറീനി ദൈവത്തെ ശുശ്രൂഷിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു തടസ്സത്തെയും ഭയപ്പെട്ടില്ല. 1692 ഇതിനകം പ്രശസ്തയായി തീർന്നിരുന്ന റോസ് വെനേറീനിയെ കർദിനാൾ ബാർബെറിഗോ തന്റെ രൂപതയായ മോണ്ടെ ഫിയാസ്കോണയിൽ സ്കൂളുകളുടെ മേൽനോട്ടം വഹിക്കുന്നതിനും അധ്യാപകരെ പരിശീലിപ്പിക്കുന്നതിനുമായി നിയോഗിച്ചു. അവിടെ അവൾ വിശുദ്ധയായ ലൂസി ഫിലിപ്പീനിയുടെ സുഹൃത്തും മാർഗദർശിയുമായി. റോസ് വെനേറീനി വിവിധ സ്ഥലങ്ങളിൽ നിരവധി സ്കൂളുകൾ സ്ഥാപിച്ചു. അവിശ്വസനീയമായ രീതികളിലുള്ള എതിർപ്പുകളെ പോലും അവൾ സധൈര്യം നേരിട്ടു. ക്രൂശിത രൂപത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള തൻ്റെ ആഗ്രഹത്തെ ഉജ്ജ്വലിപ്പിക്കാൻ അവൾ ശക്തി സംഭരിച്ചു. ലോകത്തെ ഒരു വലിയ വൃത്തമായി അവൾ ഭാവന ചെയ്തു. വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ സ്വയം പ്രതിഷ്ഠിച്ചുകൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ദിവ്യബലി അർപ്പണത്തിലൂടെ പിതാവിന് സ്വയം സമർപ്പിക്കുന്ന യേശുവിനെ അവൾ ധ്യാനിച്ചു. അതിമഹത്തായ വൃത്തം എന്ന് അവൾ വിശേഷിപ്പിച്ച ദൈവത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിനുള്ള ദീർഘക്ഷമയും ദൈവത്തിലുള്ള ആശ്രയവും മൂലം എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് അവൾ 1713 റോമിൽ ഒരു വലിയ വിദ്യാലയം സ്ഥാപിച്ചു. ക്ലെമന്റ് 11 മാർപ്പാപ്പ ഈ വിദ്യാലയ സ്ഥാപനത്തെ പ്രശംസിച്ചു. 1728 മെയ് 7 റോമിൽ വെച്ച് റോസ് വെനേറീനി ദിവംഗതയായി. ബെനഡിക്ട് 16 മാർപ്പാപ്പ 2007 ജൂൺ 3 റോസ് വെനേറീനിയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഇന്നേ ദിവസം വിശുദ്ധ റോസ് വെനേറീനിയുടെ വാക്കുകൾ നമുക്ക് വിചിന്തനം ചെയ്യാം. ദൈവഹിതത്തോട് ചേർത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. യാതൊന്നും ജീവിതമോ മരണമോ പോലും എന്നെ ആകുലപ്പെടുത്തുന്നില്ല. അവിടുന്ന് ആഗ്രഹിക്കുന്നത് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ ശുശ്രൂഷിച്ച് സംപ്രീതനാക്കുക എന്നത് മാത്രമാണ് ഞാൻ തേടുന്നത്. വിശുദ്ധയായ റോസ് വെനേറീനിയെ ലോകത്ത് വിഷമം അനുഭവിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.